അതൊരു ഫ്രീബിയാണോ? സൗജന്യ യാത്ര, ജനങ്ങൾക്ക് സൗജന്യമായി എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോഗ്രാം മാത്രമാണോ, ഒരു ഇനീഷ്യേറ്റീവ് മാത്രമാണോ എന്നുള്ളത് ചുമ്മാ ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ അടുത്തുള്ള അതിൻ്റെ കണ്ടക്ടറോട്, ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടത്തിയ ശ്രീ വി ഡി സതീശൻ അവറുകളും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ CP ജോണും അവർ രണ്ടുപേരും തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വാർത്തകളിൽ കണ്ട് ഞങ്ങൾ ഈ ബസ്സിൽ കയറി ഞങ്ങൾ ഈ യാത്ര തുടങ്ങുക. ഞാൻ ആലോചിക്കുകയായിരുന്നു, രാഹുൽ ഗാന്ധി MLA ഇവിടെ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി കേരളത്തിൽ കോഴിക്കോട് വന്നിട്ട് ഇതുപോലൊരു ബസ്സിൽ കയറി അതിൽ യാത്ര ചെയ്യുന്ന വനിതകളോട് അന്ന് കൊടുത്ത ഉറപ്പും വാക്കുമാണ്. അത് പാലിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ KSRTCയിലെ 1-2 ആൾക്കാരോട് ഞാൻ അങ്ങനെ ചോദിച്ചു, ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് ഉള്ള ടിക്കറ്റിന് എത്ര പൈസയാണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു 28 രൂപയാണ് വൺ വേ, എന്ന് വെച്ചാൽ പോയി വരുമ്പോൾ 56 രൂപ. 28 രൂപ പോവാനും 28 രൂപ തിരിച്ചു വരാനും. ആ പ്രദേശത്ത് പഠിക്കാനോ ജോലി ആവശ്യത്തിനോ പോകുന്ന ഒരാൾ ഒരു മാസത്തിൽ ഒരു 25 ദിവസം അവിടെ പോകുന്നുണ്ടെന്ന് കണക്കാക്കിയാൽ അവർ സേവ് ചെയ്യുന്നത് 1400 രൂപയാണ്. 100 രൂപയുടെ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു ദിവസം യാത്ര ചെയ്യുന്ന ഒരാൾ 25 ദിവസം ഒരു മാസത്തിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സേവ് ചെയ്യുന്നത് 2500 രൂപയാണ്. ഞാൻ അവരോട് വെറുതെ ചോദിച്ചു, ഇവിടുന്ന് കണ്ണനെ തൊഴാൻ പോകാൻ എത്ര പൈസയാണ്? ഗുരുവായൂർ പോകാൻ 133 രൂപയാണ് കോഴിക്കോട് നിന്ന് വേണ്ടി വരുന്നത്. തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്താനും 133, 266 രൂപ. മാനന്തവാടിയിൽ പോകാൻ അവർക്ക് വേണ്ടി വരുന്നത് 112, 130 രൂപയാണ്. സുൽത്താൻ ബത്തേരിയിൽ പോകുമ്പോൾ വേണ്ടി വരുന്നത് 112 രൂപയാണ്. ഈ ബസ്സുകൾ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലൂടെ പോകുന്നുണ്ട്. രോഗത്തിന് ആശ്വാസം തേടാൻ വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി തേടുന്ന ആളുകൾ ഈ ബസ് ഉപയോഗിക്കുമ്പോൾ കേരളത്തിൽ ഉടനീളം 3125 ബസ്സുകളിൽ കേരളത്തിൻ്റെ വനിതകൾ അവരുടെ അവകാശമായിട്ടുള്ള യാത്ര അവർക്കും ഈ നാടിനും വേണ്ടി നടത്തുമ്പോൾ അത് കേവലം ഒരു ഫ്രീബി അല്ല, ഞാൻ പറയുന്നു അതൊരു എംപവർമെൻ്റ് ആണ്. 2500 രൂപ ഒരു മാസം സേവ് ചെയ്യുമ്പോൾ അത് ചെലവഴിക്കപ്പെടാതെ പോകുന്ന പൈസയല്ല, അത് അവരുടെ അധ്വാനത്തിൻ്റെ തന്നെ ഭാഗമായി അവരുണ്ടാക്കുന്ന അഡീഷണൽ വരുമാനമാണെങ്കിൽ അതിൽ നിന്ന് ചെലവഴിക്കപ്പെടുന്ന ഓരോ രൂപയും, അതിൽ നിന്ന് ചെലവഴിക്കപ്പെടുന്ന ഓരോ പൈസയും അവരവരുടെ കുടുംബത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടിയാണെങ്കിൽ അതൊരു സാമൂഹിക സാമ്പത്തിക വിപ്ലവമാണ് എന്നുള്ളത് ഈ നാട്ടിൽ പറയാൻ നമുക്ക് സാധിക്കും. ഒരു പെൻഷൻ മാസം കിട്ടുന്നത് പോലെ, ഉറപ്പ് കൊടുക്കുന്നത് പോലെ അവർക്കെല്ലാ മാസവും അത്തരത്തിലൊരു ഇൻകമായി അത് മാറുകയാണ്. നേരത്തെ PM ഇവിടെ സൂചിപ്പിച്ചതുപോലെ പറക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ചിറകും ആകാശവും അത് രണ്ടും ശക്തിപ്പെടുത്താൻ വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു സംവിധാനം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ ഉദ്ഘാടനം നടന്ന ദിവസം ഈ നാടിൻ്റെ ചിറകുകളും ആകാശവുമാകാൻ പോകുന്ന ആളുകളെ പ്രിയപ്പെട്ട ജോയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു സംഗമത്തിൽ വെച്ച് അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതും ഒരവസരവും ഭാഗ്യവുമാണ് എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ജോയുടെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ചിറകുകളെ സംബന്ധിച്ച് ആലോചിക്കുകയായിരുന്നു. ജോയ് വരുന്ന സ്ഥലം പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ജോയ് വരുന്നത്. നിലമ്പൂരിൻ്റെ പോത്തുകല്ല് എന്ന് പറയുന്നത് ഈ ജില്ലയുടെ ഏത് അതിർത്തിയിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊരു മൂലയിലാണ്, അതൊരു കോർണറിലാണ്, അത് അങ്ങേ അറ്റം മൂലയിലേക്ക് പോയൊരു സ്ഥലമാണ്. ആ കാലത്ത് ബസ്സുകളിൽ നിന്ന് കയറി ഒരു സ്ഥലത്തേക്ക് എത്താൻ അവിടെ കഴിയാതിരുന്ന ഒരു കാലമുണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ട്രിപ്പടിക്കുന്ന ജീപ്പുകൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അതിൻ്റെ മുന്നൊരു തലമുറ ചിലപ്പം നടന്നു പോയിട്ടുണ്ടാവാം. ആ ട്രിപ്പടിക്കേണ്ട ജീപ്പുകൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുള്ള ബസ്സുകൾ പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് മെലിഞ്ഞു കൊലുന്നനെയുള്ള ഒരു ചെറുപ്പക്കാരൻ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ കൊടി പിടിച്ച് തനിക്ക് പോകാൻ പറ്റാവുന്ന ഈ സംസ്ഥാനത്തെ മുഴുവൻ ഇടങ്ങളിലും, ആദ്യം ജില്ലയുടെ ഇടങ്ങളിലും നിലമ്പൂരിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും തൻ്റെ വായന കൊണ്ടുണ്ടാക്കിയ അറിവിനെ മനോഹരമായ വാഗ്ധോരണിയാക്കി മാറ്റി പ്രസംഗങ്ങളിലൂടെ തൻ്റെ മുന്നിലിരിക്കുന്ന സദസ്സിനെ അവരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു KSUക്കാരനായ തുടക്കക്കാരനായിട്ടുള്ള ഒരു മെലിഞ്ഞ പയ്യൻ, എനിക്ക് തോന്നുന്നു കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിലിരുന്ന് ആ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളായി മാറി. അതിൻ്റെ ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പിൽ, പാർട്ടി നിയോഗിച്ചൊരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പരാജയം നേരിടേണ്ടി വന്നപ്പോഴും മുഖത്തെ പുഞ്ചിരിയും കഠിനാധ്വാനവും മായാതെ മറയാതെ തന്നെ പ്രസ്ഥാനമേൽപ്പിച്ച ഉത്തരവാദിത്തം ജനങ്ങളോടും പ്രസ്ഥാനത്തോടും നീതി പുലർത്തിക്കൊണ്ട് നിറവേറ്റി അവസാനം വർഷങ്ങളുടെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു സ്ഥലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ മാറ്റി എഴുതി ഈ തവനൂരിൻ്റെ മണ്ണിൽ പുതിയ ഒരു ചരിത്രം കുറിക്കുമ്പോൾ ദാറ്റ് ഈസ് ആൻ ഇൻസ്പിറേഷണൽ സ്റ്റോറി. അതൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. കാരണം എന്താ,
നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു തീരുമാനമെടുത്ത് നടക്കാൻ തീരുമാനിച്ചാൽ ആ യാത്ര എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതല്ല പ്രശ്നം. ആ യാത്ര എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതോ നിങ്ങൾ എവിടെ നിന്നുള്ള ആണത് എന്നുള്ളതോ അതല്ല നിങ്ങളുടെ മുമ്പിലെ പ്രശ്നം. അതല്ല നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അല്ല നിങ്ങളുടെ യാത്രയുടെ, നിങ്ങളുടെ ജേണിയുടെ ലക്ഷ്യസ്ഥാനത്തെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് എവിടേക്ക് പോകണം എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ മനോഹരമായ ഉത്തരമാണ് പോത്തുകല്ലിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് നടന്നെടുത്ത ഈ ചെറുപ്പക്കാരനെന്ന് ഈ വേദിയിൽ നിന്ന് പറയാൻ സാധിക്കുന്നു. അപ്പം അത്ര റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്തിൽ നിന്ന് വരുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? ജോഗ്രഫിക്കൽ കൺഫൈൻമെന്റ് ഇല്ല. അതാണ് PMA നിങ്ങളോടും പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങളെ കൺഫൈൻ ചെയ്ത് നിർത്താൻ ഒരുപാട് ഘടകങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പത്തി വിടർത്തി ആടുമ്പോൾ അതിൽ നിന്ന് പറന്നുയരാൻ നിങ്ങൾക്ക് കഴിയാവുന്നത് നിങ്ങൾ കുറിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നടക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ, അതിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് നടക്കാനും നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു എനർജിയാണ്, കമ്മിറ്റ്മെൻ്റാണ്, പാഷനാണ്. അതിനെ മുറുകെ പിടിക്കുമ്പോഴുണ്ടാവുന്ന ഇഷ്ടമാണ്. കഷ്ടപ്പെട്ട് മാത്രമല്ല, ഇഷ്ടപ്പെട്ടും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടാണ് അതിൻ്റെ പ്രചോദനം. അത് നിങ്ങൾക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞു, ഫ്രം വേർ യു ബിഗിൻ അതല്ല ഘടകം. എൻ്റെത് വളരെ ഗ്രാമപ്രദേശമാണ്, എൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമാണ്, അപ്പുറത്തെ വീട്ടിലെ ആളുകൾക്കുള്ള പൈസ എൻ്റെ വീട്ടിലില്ല, അവിടെയുള്ള കാർ എൻ്റെ വീട്ടിലില്ല, തൊട്ട് മുന്നിൽ കാണുന്ന വീടിൻ്റെ സൗകര്യങ്ങൾ എൻ്റെ മുമ്പിലില്ല, അവരുടെ കുടുംബത്തിൻ്റെ വരുമാനം എൻ്റെ കുടുംബത്തിനില്ല, അവിടുത്തെ നിറമല്ല, വസ്ത്രമല്ല, വാഹനമല്ല, വലുപ്പമല്ല, വീടല്ല, ഇതൊന്നും എൻ്റേതല്ല എന്ന് പറയുമ്പോഴും അത് നിങ്ങൾ പറയുക ബാക്ക്ഗ്രൗണ്ടും ജോഗ്രഫിയും ഒക്കെ നിങ്ങളെ ലിമിറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. ഇറ്റ് ക്യാൻ ലിമിറ്റ് യുവർ ലൊക്കേഷൻ, ബട്ട് ഇറ്റ് ക്യാൻ നെവർ ലിമിറ്റ് യുവർ അംബിഷൻ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ ലിമിറ്റ് ചെയ്യാൻ കഴിയാവുന്ന ഒന്നുമല്ല ജോഗ്രഫി, അതൊന്നുമല്ല നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അതൊന്നുമല്ല നിങ്ങളുടെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത്, അതൊന്നുമല്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ഓരോ സാധാരണക്കാരനും ഉണ്ടാക്കിയ ചരിത്രമായ മുന്നേറ്റങ്ങൾ, ആ മുന്നേറ്റങ്ങൾക്ക് കാരണം അവരുടെ അംബീഷനും അത് പാഷനായിട്ട് മാറിയിട്ടുള്ള അവരുടെ വർക്കും കമ്മിറ്റ്മെൻറ്റുമാണ്, അവരുടെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളെ പ്ലാനാക്കി മാറ്റിയതാണ്, ആ പ്ലാനിനനുസരിച്ച് അവർ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഇന്നലെ രാത്രി നിങ്ങളൊരു കളി കണ്ടാണ്. ഞാൻ ജീവിതത്തിൽ ഒരു ടീമും തോറ്റിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ടീമും തോറ്റിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നജ്മ. ഇന്നലെ കുറസാവോ എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപ് ജർമ്മനിയോട് കളിക്കുന്നതിന് വേൾഡ് കപ്പിൻ്റെ വിഷലുണ്ടായിരുന്നു. അവർ തോറ്റത് 7-1. 7-1 തോൽക്കുന്നതിന് മുമ്പ് അവരുടെ ഹാഫ് ടൈം ഉണ്ടായിരുന്നു. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് അവർ ഡഗ്ഔട്ടിലേക്ക് പോയി, ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി തിരിച്ചു വരുന്ന ദൃശ്യം കണ്ട അവരൊരു പിക്നിക്കിന് വരുന്നത് പോലെയാണ് തോന്നുന്നത്. പിക്നിക്കിന് വരുന്നത് പോലെ കുറസാവോ ടീമിലെ ഫുട്ബോൾ അംഗങ്ങൾ ഗ്രൗണ്ടിലേക്ക് വെക്കുക. ജർമ്മനിയെപ്പോലുള്ളൊരു അധികായന്മാരെ നേരിട്ടിട്ട് 3-1 അവർ പുറകിലാണ്. അവരടിച്ച ആ ഒരു ഗോളിൻ്റെ സന്തോഷം ജർമ്മനി അടിച്ച 7 ഗോളും തൂക്കി നോക്കിയാലും കിട്ടാത്ത തരത്തിൽ കുറസാവോ ദ്വീപിലെ ആ ആളുകളുടെ ഫുട്ബോൾ പ്രേമികളെ ആ ഗ്രൗണ്ടിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു. ലോകത്തിൻ്റെ മാപ്പിൽ ഈ ദ്വീപ് എവിടെയാണ്, കരീബിയൻ കടലുകളിലുള്ള ഈ ദ്വീപ് എവിടെയാണെന്ന് കണ്ടെത്താൻ. അത്ര ചെറിയ ഒരു സ്ഥലം, 444 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള സ്ഥലം. അവിടുത്തെ പോപ്പുലേഷൻ എത്രയെന്ന് അറിയും? അവിടുത്തെ പോപ്പുലേഷൻ 1,60,000 ആളുകൾ. വോട്ടർമാരല്ല, അവിടുത്തെ താലൂക്കിലെ പോപ്പുലേഷൻ അല്ല, അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ പോപ്പുലേഷൻ അല്ല, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പോപ്പുലേഷൻ അല്ല, അവിടുത്തെ പോപ്പുലേഷൻ ആ രാജ്യത്തിൻ്റെ പോപ്പുലേഷനാണ്. ഒരു ഡച്ച് കോളനി ആയിരുന്ന ഒരു സ്ഥലത്ത്, രാജഭരണത്തിൻ്റെ കീഴിലായിരുന്ന ഒരു കൊച്ചു കോളനി ലോകകപ്പിൽ 48 രാജ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കടന്നു വന്ന് ജർമ്മനിയോട് മത്സരിച്ച് ജർമ്മനി ആദ്യം അടിച്ച ഗോളിന് ഒരു ഗോൾ തിരിച്ചടിച്ച് അവർ ആ ക്രൗഡിനും ലോകത്തിനും നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ജോഗ്രഫിക്കൽ കൺഫൈൻമെൻറ്റിൻ്റെ കാലമല്ല. മലപ്പുറത്ത് നിന്നോ തവനൂരിൽ നിന്നോ പോത്തുകല്ലിൽ നിന്നോ ഏത് ഗ്രാമാന്തരങ്ങളിൽ നിന്നും നിങ്ങളുടെ കഴിവിനോട് നീതി പുലർത്താൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങളുടെ അംബീഷനെ, നിങ്ങളുടെ ഡ്രീമിനെ പ്ലാനാക്കി അതിന് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾ കമ്മിറ്റഡ് ആയാൽ, നിങ്ങൾ പാഷനേറ്റ് ആയാൽ, നിങ്ങൾ വീണുപോയാൽ അവിടുന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന് ഉറച്ചു തീരുമാനിച്ചാൽ, ഞാൻ ഉറപ്പ് പറയുന്നു, നാളെ തവനൂരിൻ്റെ മേൽവിലാസം ആരെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും എന്നുള്ളത് ഈ സദസ്സ് നമ്മളോട് ഉറച്ചു പറയുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് പ്രചോദനം നൽകാനാണ് ഇങ്ങനെ എല്ലാവരെയും കൂടെ ഇവിടെ ചേർത്ത് നിർത്തി എല്ലാവരെയും ഇതുപോലെ ആദരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ, അതിന് മുമ്പ് നാദാപുരത്ത്, ഈ വർഷം പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞു, ഓണർ ചെയ്യുന്നത് ഒരു ജേണിയാണ്, ഒരു യാത്രയാണ്. നിങ്ങളുടെ മാർക്കിനെ അല്ല, നിങ്ങളുടെ അച്ചീവ്മെൻറ്റിനെ അല്ല, നിങ്ങളുടെ A+നെ അല്ല. ഓണർ ചെയ്യുന്നത് സ്ട്രഗിളിനെയാണ്, യാത്രയാണ്.
അതിൽ ഒപ്പം നിങ്ങളോടൊപ്പം നടന്നവരെ സംബന്ധിച്ചാണ് PMA നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ആ യാത്ര നമ്മൾ തനിച്ചായിരുന്നില്ല. ആ യാത്രയിലേക്ക് എങ്ങനെ നമ്മൾ എത്തി, ആ യാത്ര നമ്മൾ എങ്ങനെ തുടർന്നു, എവിടെയൊക്കെ നമുക്ക് പ്രയാസങ്ങളുണ്ടായി, എവിടെയൊക്കെ നമ്മൾ അതിനെ അതിജീവിച്ചു, ആര് നമ്മളെ ചേർത്ത് പിടിച്ചു, ആര് നമുക്ക് താങ്ങായി, ആര് നമുക്ക് വേണ്ടി പ്രാർത്ഥനകളോടെ നിലകൊണ്ടു, ആര് നമുക്കില്ലാത്ത, നമ്മുടെ വീടിന് ഇല്ലാത്ത സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. അപ്പം നിങ്ങൾ ഈ നാടിൻ്റെ തിളങ്ങുന്ന ഭാവി അതിപ്പോൾ കരഗതമാക്കിയിട്ടുള്ള യുവതയാണ്. നിങ്ങളെ കാണാൻ, കേൾക്കാൻ, നിങ്ങൾ അംഗീകരിക്കപ്പെടുന്ന, നിങ്ങളുടെ ജേണി അംഗീകരിക്കപ്പെടുന്ന, നിങ്ങളുടെ സ്ട്രഗിൾ അംഗീകരിക്കപ്പെടുന്ന ഈ യാത്രയിൽ നിങ്ങളോട് 2 വാക്ക് പറയാൻ എല്ലാം അവസരം കിട്ടിയത് ഞാൻ പറയുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇൻസ്പിറേഷനിലാണ്, മോട്ടിവേഷനിലാണ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് അസ്. ഞങ്ങളെ ക്ഷണിച്ചതിന്, ഞങ്ങളെ കേൾക്കുന്നതിന്, ഇങ്ങനെ നിറഞ്ഞ പുഞ്ചിരിയോടെ ആത്മവിശ്വാസത്തോടെ ഈ ചടങ്ങിലേക്ക് കടന്നു വന്നതിന്, ഇതിന് കാരണക്കാരായി മാറിയതിന്, നിങ്ങളുണ്ടാക്കിയ റിസൾട്ടിലേക്കുള്ള യാത്ര നിങ്ങൾ നടത്തിയതിന്, നാളെ നിങ്ങൾ കുറിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടത്താൻ പോകുന്ന യാത്രക്കും സ്നേഹനിർഭരമായ പിന്തുണയും ആശംസകളും നേർന്നുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, താങ്ക് യു.